ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ അതാ രാവിലെ തന്നെ അമ്മ വെള്ളത്തും കൊണ്ട് കളിക്കുമെന്ന്. ആൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്, അതും കൊണ്ട് ആളിങ്ങനെ കളിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ആയിഷക്ക് ചെറിയൊരു പനിയും മുണ്ടി വീക്കുമായിട്ട് ആയിഷ രാവിലെ തന്നെ വേദന എടുത്തിട്ട് കരയുന്നുണ്ട്. ആയിഷൻ്റെ മുഖമൊക്കെ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്, മുണ്ടി നീര് വന്നിട്ട്. ആലി ഇതാ ഇടുന്ന് മുട്ടാപ്പം തിന്നുകൊണ്ടിരിക്കുകയാണ്. ആലിയനെ കാണുന്നില്ല, വീട്ടിലാവില്ല. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നല്ല മുട്ടാപ്പാണ്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, ഇത് വാങ്ങിയതാണ് പാപ്പിൻശ്ശേരിയിൽ നിന്ന്. നമ്മൾ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. നല്ല നല്ല മുട്ടാപ്പാണ്, അധികം ഓയിലൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ രാവിലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നല്ല അരിയുണ്ട്, നല്ല നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ല അരിയുണ്ട്. ദിവസം ഉണ്ടാക്കിയ നെയ്പ്പത്തിലും കറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ കൊണ്ട് ഇന്ന് നമ്മളങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ഒരാൾക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളമാണിത്. കുടിക്കാൻ വേണ്ടി കൊടുത്ത വെള്ളത്തിനെ കൊണ്ട് ഒരാൾ കാണിച്ചു വെച്ച കളിയാണ് ഇത്. അമ്ന 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 ഉമ്മന്തിനെ വെള്ളം തന്നേ, ഉമ്മന്തിനെ വെള്ളം തന്നേ, കുടിക്കാനല്ലേ വെള്ളം തന്നേ. നീ എന്താക്കിയേ അമ്ന? ഇതെന്താ കഥ? ഇതാരെ തുടക്ക ഇതാരെ ഇപ്പൊ തുടക്ക അമ്ന? അങ്ങനെ ഞാൻ അതെല്ലാം തുടക്കിയത്. ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, ഇന്ന് രാവിലെ ഒന്നും പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പണി വരുന്നത്. മൊത്തത്തിൽ വെള്ളം മറിച്ച് ആകെ. അതുകൊണ്ട് രാവിലത്തെ തുടക്കലും ഇതിൻ്റെ കൂടെ അങ്ങ് കഴിഞ്ഞ്. വേണ്ട അമ്മന ഇപ്പോൾ വേണ്ട, പോ വെള്ളം മറിച്ചിട്ട് വേണ്ട വേണ്ട. അമ്ന അമ്ന അങ്ങനെ നമ്മൾ തത്തമ്മ ഇരുന്ന് കുട്ടികളെ ഓരോ കളിയും കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. തത്തമ്മേ തത്തമ്മേ പൂച്ച പൂച്ച. തത്തമ്മേ 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 കുയ് തത്തമ്മേ ഇന്നാ തിന്നോ. തത്തമ്മക്ക് പച്ചമുളക്, പയർ, ബീൻസ്, തക്കാളി ഇതെല്ലാമാണ് കൊടുക്കല്. പക്ഷെ ഓനിക്കിഷ്ടം പിന്നെ പൂരി, ദോശ, ചപ്പാത്തി, അത് കറിയിൽ മുക്കിയിട്ടുള്ള ദോശ, അതെല്ലാം ആൾക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പം ഞാൻ രാവിലെ ഒരു പയർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ പയർ മാത്രമേ കഴിക്കൂ, ബാക്കിയെല്ലാം അങ്ങ് താഴെ ഇതേപോലെ ഉണ്ടാക്കും, കച്ചറയാക്കിയിട്ട്. അപ്പോൾ പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റലാണ്. അങ്ങനെ അമ്മൂസിന് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുത്താറി കുതിർത്തിട്ടുണ്ട്, കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട്. ആൾ കാര്യമായിട്ട് രാവിലെ ഒന്നും കഴിക്കൂല, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കൽ കുറവാണ്. അതുകൊണ്ട് കുറച്ച് മുത്താറി കുതിർത്തിട്ടുണ്ട്. അങ്ങനെ മുത്താറി നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കണം നന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് മുത്താറി എന്ന് പറയും, ഇതിന് റാഗി എന്നാണ് പറയുക. ചില ആൾക്കാർ റാഗി എന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ മുത്താറി എന്ന് പറയും. അങ്ങനെ ഞാനിത് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട്
നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഇത് കുതിർത്തത്, രാത്രി കുതിർത്തണമെന്നൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ കുതിർത്താലും മതി. ഇത് വേഗം തന്നെ കുതിർന്ന് കിട്ടും. അങ്ങനെ ഞാനിത് മൊത്തത്തിൽ അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റാഗി മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോടൊക്കെ അരഞ്ഞ് നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാല് മാത്രം അരിച്ചെടുക്കുന്നുണ്ട്. ആള് എൻ്റെ അരിയെ തന്നെ ഉണ്ട്. ആള് ഇവിടുന്ന് കളിയാണ്. അമ്നേഷിന് ഇങ്കാക്കട്ടെ, അമ്നേഷിന് ഇങ്ക് വേണ്ടേ? ഇങ്ക് വേണ്ട? ഇല്ല ഇങ്ക് തരൂല. നമുക്ക് ആലിയാക്ക് കൊടുക്കാട്ടാ. ഇല്ല എൻ്റെ മോൾക്ക് തരൂല. പോട്ട് വേണ്ട. അങ്ങനെ നമ്മുടെ റാഗി കുറുക്ക്, അതായത് മുത്താറി കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, പാലൊന്നുമില്ല, കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നാൽ പിന്നെ അതിൽ നെയ്യ് ഇങ്ങനെ മെൽറ്റാവും. ഗ്ലാസ് ഇട്ടേ, വായിലല്ല കണ്ണിലിട്ടെ. ഇങ്ങോട്ട് ഉമ്മിട്ടരല അപ്പം കൊണ്ടാന്ന് പറഞ്ഞു. ഇതിൻ്റെ അപ്പം എടുത്തിട്ട് കാക്ക ഒറ്റോട്ടോ കാക്ക എന്താ കരഞ്ഞ് ഇത് വലിയ പടി എടുത്തിട്ട് മ്യാവെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അമ്നൂസ് കുറുക്കെല്ലാം കുടിച്ച് കുപ്പായെല്ലാം മാറ്റി ഇപ്പോൾ ഉറങ്ങാൻ പോവാണ്. അമ്നൂസിന് ഉറക്കം വന്നിട്ടുണ്ട്. അമ്നൂസ് ഹായ് പറഞ്ഞേ, ബായ് പറഞ്ഞു, ടാറ്റ പറഞ്ഞു അമ്നൂസേ, ടാറ്റ പറഞ്ഞേ. അങ്ങനെ നേരത്തെ നമ്മള് പത്തല് നമ്മൾ കറിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്, പത്തല് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലെ കഴിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവമാണ്. ഉറങ്ങിക്കഴിഞ്ഞ് നമ്മളെല്ലാം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് കറിക്ക് കിട്ടിയത് മീൻ അയിലയാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് അയില കറിയും അയില മുളകിട്ടതും അയില പൊരിച്ചതും പിന്നെ എന്താണ് ഇട്ടതാ പടവലം ഓലം വെച്ചതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം നൗഷ്താത്തൻ്റെ സ്പെഷ്യലാണ്. അപ്പം ഞാനിതിൽ കൈയടത്തുന്നില്ല, ഞാൻ ഈ ഭാഗത്തേ ഇല്ല. എനിക്ക് ക്ലീനിങ്ങിൻ്റെ കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ നൗഷ്താത്ത സ്പെഷ്യൽ അയില മുളകിട്ടത്, അയില ഫ്രൈ ആൻഡ് പടവലം ഒലത്തിയതോ തെരത്തിയതോ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ പടവലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് പോവാം. നമ്മളെ കെട്ടിയോന് കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഡ്രസ്സെല്ലാം മാറ്റി ആളെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്നാൾക്ക് ലീവാണ്, ഞായറാഴ്ച. എന്നാൽ ഓക്കെ, ബൈ. ഫോൺ ഇട്ടാ പൈസ ഇട്ടാ ഓക്കെ. ന്യൂസേ അട വെക്ക്, ഉമ്മ അടിച്ചു വാരിക്കോളൂ. അടവെക്ക് ഉമ്മ അടിച്ചു വാരിക്കോളും. ന്യൂസ് അടവെക്ക് കൊണ്ട മാച്ചിലും കൊണ്ട വലിയ ഉമ്മാമ്മ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു. മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി, അതുപോലെ ഉള്ളിൽ അടിച്ചു വാരലും ക്ലീനിങ്ങും അത്യാവശ്യം ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ ഇനി അതാണ് അടുത്ത ഡ്യൂട്ടി. അങ്ങനെ നമ്മുടെ പടവലം റെഡിയായി. പടവലം തോരൻ, അതായത് വറവ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അയില പൊരിച്ചതും
റെഡി ആയിട്ടുണ്ട്. നല്ല വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നുസ്താത്തൻ്റെ സ്പെഷ്യൽ അയില പൊരിച്ചത് റെഡിയായി. പിന്നെ നല്ല മുളകിട്ട കറി, നല്ല മുളകിട്ട അയിലക്കറി അതും റെഡി ആയിട്ടുണ്ട്. നല്ല മുളകിട്ട കറി. ഒരാളിവിടെ മീനിൻ്റെ സ്മെല്ല് കേട്ടിട്ട് വന്നിട്ടുണ്ട്. മീനിൻ്റെ മണം പിടിച്ച ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ക്ലീനായി. അപ്പം അങ്ങനെ ആ ഒരു ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു. ഒരാൾ എൻ്റെ മാക്സി മിക്സിങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പാത്രം കഴിയുന്ന സമയം മൊത്തം ഇതേപോലെ എൻ്റെ മാക്സി മിക്സ് എടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് ഞാനും നുസ്താത്തിയും കൂടി ഫുഡ് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ചോറ്? എങ്ങനെയുണ്ട്? അടിപൊളി. ആള് ഫുഡ് കഴിച്ചിട്ട് ചോറ് തിന്നിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ചോറും അയില പൊരിച്ചതും നമ്മളെ എന്നാലും പടവലം വറവ് അല്ലേ, വറവാ. ആ പിന്നെ അയില മീൻ. പിന്നെ ഇതാണ് ചെറുനാരങ്ങ, ചെറുനാരങ്ങ ഉപ്പിലിട്ടത്.